വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായി കർത്തൃസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സഭാ സംബന്ധമായിട്ടുള്ള ചില സത്യങ്ങൾ നാം ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് സഭയുടെ അനുഷ്ഠാനങ്ങൾ എന്നുള്ള വിഷയമാണ് നാം ഒന്നിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭയുടെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ദി ഓർഡിനൻസസ് ഓഫ് ദ ചർച്ച്. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സഭയുടെ കാന്തൻ സഭയ്ക്ക് ചില അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ചില സമ്പ്രദായങ്ങൾ ദൈവസഭയ്ക്ക് അവൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നൽകിയിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുവാൻ ചെയ്തു പോരുവാൻ സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവസഭയിലെ വിശ്വാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നാം എന്താണ് ഈ അനുഷ്ഠാനങ്ങൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. നാം ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൽ എന്താണ് കർത്താവ് സഭാ സംബന്ധമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണല്ലോ. മനുഷ്യനെന്ത് പറയുന്നു, അല്ലെങ്കിൽ മറ്റു സഭകൾ എന്ത് ചെയ്യുന്നു, മറ്റു കൂട്ടങ്ങൾ എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നീ കാര്യങ്ങളല്ല നാം നോക്കുന്നത്. പിന്നെ ദൈവവചനം എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബൈബിളിൽ എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്, അത് മനസ്സിലാക്കി അത് അനുഷ്ഠിപ്പാനാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ഏതൊക്കെയാണ് അത് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ആ നിലകളിൽ അത് അനുസരിപ്പാനും ആവശ്യമുണ്ട്. അപ്പോൾ അനുഷ്ഠാനങ്ങൾ ഏതാണെന്നുള്ളത് നാം മനസ്സിലാക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. ചില കൂട്ടങ്ങളൊക്കെ നാം നോക്കിയാൽ ഈ അനുഷ്ഠാനങ്ങൾ ഏതാണ്ട് 7 ലിസ്റ്റ് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ നാം അവയൊക്കെ നോക്കിയാൽ കേവലം മനുഷ്യൻ്റെ സമ്പ്രദായങ്ങൾ മാത്രം, പാരമ്പര്യങ്ങൾ മാത്രമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവവചനത്തിൽ അതിന് വേണ്ട ആധാരമില്ലാത്തതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ എന്താണെന്ന് നാം ആരായുകയും അത് മനസ്സിലാക്കി നാം അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം അതിനാണ് ഇപ്പോൾ ഉദ്യമിക്കുന്നത്. എന്താണ് ഒരു ഓർഡിനൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമുക്ക് അനുഷ്ഠാനം അല്ലെങ്കിൽ ഓർഡിനൻസ് എന്നുള്ളതിനെ ഇങ്ങനെ നമുക്ക് നിർവചിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അർത്ഥമുള്ള ഒരു ബാഹ്യമായിട്ടുള്ള ക്രിയയാണ്. അതാണ് ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത്. അത് ബാഹ്യമായിട്ടുള്ള ഒരു ക്രിയയാണ്. കേവലം ഒരു ബാഹ്യക്രിയ എന്ന് മാത്രമല്ല, ഒരു ആത്മീയ അർത്ഥമുള്ള ഒരു ആത്മീക പ്രാധാന്യമുള്ള ഒരു ബാഹ്യക്രിയ. An outward rite prescribed by Christ to be performed by the church. അതാണ് ഒരു ഓർഡിനൻസ്. An outward rite prescribed by Christ to be performed by the church. സഭ ചെയ്യുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ വിശ്വാസികൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ക്രിയ, ബാഹ്യമായിട്ടുള്ള ഒരു ക്രിയ, എന്നാലത് ആത്മീക പ്രാധാന്യമുള്ള ആത്മീക അർത്ഥമുള്ള ഒരു ക്രിയയാണ്. അതാണ് ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത്. തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഞാൻ ഓർപ്പിച്ചതുപോലെ 5 7 ഒന്നുമല്ല, കേവലം 2 അനുഷ്ഠാനങ്ങൾ മാത്രമാണ് ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്നവർക്ക് അത് ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനം. രണ്ടാമതായിട്ട് അപ്പം നുറുക്കുക അല്ലെങ്കിൽ കർത്തൃമേശ. ഈ 2 എണ്ണമല്ലാതെ വേറൊരു അനുഷ്ഠാനം കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടില്ല. ചില ആത്മീയ പ്രാധാന്യമുള്ള, ചില ആത്മീയ അർത്ഥങ്ങളുള്ള ഒരു പ്രധാന 2 പ്രധാന ക്രിയകളാണ്, ബാഹ്യക്രിയകളാണ് ഇവ 2.
ഇവ രണ്ടും വിശ്വാസികൾ അനുഷ്ഠിപ്പാൻ ആവശ്യമുണ്ട്. സാധാരണ ഇവ രണ്ടിനെ കുറിച്ചും സാക്രമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സാക്രമെന്റ്സ്, ഇംഗ്ലീഷിലുള്ള ഈ വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും കടന്നു വന്നിട്ടുള്ളതാണ്. ഒരു റോമൻ പടയാളി തൻ്റെ ചക്രവർത്തിയോടുള്ള ആ ഐക്യത, വിധേയത്വം, വിശ്വസ്തത ഇവയെ വിളിച്ചറിയിക്കുന്ന ആ ഒരു വിളംബരത്തിന്, ആ ഒരു പ്രഖ്യാപനത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് സാക്രമെന്റ്സ്, അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരുന്ന വാക്കിൽ നിന്നും ഉരുവായതാണ് സാക്രമെന്റ്സ് എന്നുള്ള വാക്ക്. സ്നാനവും അതുപോലെ കർത്തൃമേശയും ഒരു വിശ്വാസിക്കുള്ള സാക്രമെന്റ്സ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ്: നാം ഇത് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ചക്രവർത്തിയോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ വിധേയത്വം, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ഒരുമ, നമ്മുടെ ഐക്യത, അവനോടുള്ള നമ്മുടെ ബന്ധം, ഇവയെ വിളിച്ചറിയിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ രണ്ടനുഷ്ഠാനങ്ങളും. അങ്ങനെയെങ്കിൽ ഇവ രണ്ടും ഓരോ വിശ്വാസിക്കും ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തെ, നമ്മുടെ കർത്താവിനോടുള്ള വിധേയത്വത്തെ വിളിച്ചറിയിക്കുന്ന അനുഷ്ഠാനങ്ങളാണ് ഇവയെങ്കിൽ ഇവ രണ്ടും ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവിശ്വാസിക്ക് ഏറെ പ്രധാനമാണ്. ബൈബിളിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഇത് ഏറെ പ്രധാനമാണ്. ഇതൊരു ഓപ്ഷൻ അല്ല. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള നിലയിൽ ചിന്തിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് വളരെ പ്രധാനമായി നാം എടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ നാം ഇപ്പോൾ ഇവ പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ഇത് അനുഷ്ഠിപ്പാനും ആ കർത്താവ് നമുക്ക് വേണ്ട കൃപ നൽകുമാറാകട്ടെ. നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ രണ്ട് അനുഷ്ഠാനങ്ങളിൽ ആദ്യത്തതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ചാണ്. വിശ്വാസ സ്നാനം അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം പുതിയ നിയമം വായിക്കുമ്പോൾ പല നിലയിലുള്ള സ്നാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല സ്നാനങ്ങൾ, പ്രധാനമായി 3 തരത്തിലുള്ള സ്നാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മാവിലുള്ള സ്നാനം എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. തീയിലുള്ള സ്നാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജലത്താലുള്ള സ്നാനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവയൊക്കെ എന്താണ്? ആത്മസ്നാനം എന്ന് പറയുന്നത് ഉയർത്തപ്പെട്ട കർത്താവ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ജാതിയും യഹൂദനും അല്ലെങ്കിൽ സ്വതന്ത്രനും അടിമയും എല്ലാം ഒരു ശരീരമാകുമാറ്, വിശ്വസിച്ച് ഒരു ശരീരമാകുമാറ് ദൈവം പെന്തക്കോസ്ത് നാളിൽ നൽകിയ ആ സ്നാനമാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ആത്മാവിൽ അവരെ മുക്കി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സംഗതിയാണത്. തീയിലുള്ള സ്നാനം എന്താണ്? അത് യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, അവനെ കുറിച്ച് പറയുമ്പോൾ താൻ പറയുന്നത് അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. എന്താണ് തീയിലുള്ള സ്നാനം? തീയിലുള്ള സ്നാനം വിശ്വാസികൾക്കുള്ളതല്ല. ആ ഭാഗം തന്നെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പതിര് എല്ലാം കൂട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയുന്ന കാര്യം അവിടെ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുന്നതായി നമുക്ക് കാണുന്നത്. പതിര് എന്തിനെ കാണിക്കുന്നതാ? സങ്കീർത്തനം 1-ൽ നാം കാണുന്നുണ്ട്, ദുഷ്ടൻ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ദുഷ്ടനെ കാണിക്കുന്നതാ, പാപിയെ കാണിക്കുന്നതാ. അപ്പോൾ പാപികളെ അന്തിമമായിട്ട് നിത്യനരകത്തിലേക്ക് തള്ളുന്ന ആ ക്രിയ തീയിലുള്ള സ്നാനം എന്ന് പറഞ്ഞു. വിശ്വാസികൾക്കുള്ളതല്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. അങ്ങനെ ആത്മസ്നാനമുണ്ട്, തീയിലുള്ള സ്നാനമുണ്ട്,
തിരുവചനം നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിലുള്ള സ്നാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളത്തിലുള്ള സ്നാനം പലത് നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ സ്നാനപ്പെട്ട് മോശയോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ അത് ആ ചെങ്കടലിൽ കൂടി കടന്നുപോയതിനെ കുറിക്കുന്നതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ പഴയ നിയമ കഴുകലുകൾ, സെറിമോണിയൽ വാഷിങ്സ്, പഴയ നിയമ കഴുകലുകളെ ഇതേ വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 6, 11 എന്നീ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ സ്നാനത്തിനും ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 3:16 നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ സ്നാനം നാം കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22, 26 അതുപോലെ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ റോമാലേഖനം, കൊലോസ് ലേഖനം, അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ക്രിസ്തീയ സ്നാനത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജലസ്നാനം തന്നെ പുതിയ നിയമം നാം വായിക്കുമ്പോൾ അനവധി തരത്തിലുള്ള സ്നാനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്നാനം, അതുപോലെ പഴയ നിയമത്തിലെ കഴുകലുകൾ, യോഹന്നാന്റെ സ്നാനം, കർത്താവിന്റെ തന്നെ സ്നാനം, ശിഷ്യന്മാരുടെ സ്നാനം, അതുപോലെ ക്രിസ്തീയ സ്നാനം, ഇവയെല്ലാം ഒന്ന് തന്നെയല്ല. ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ സ്നാനം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എന്നുള്ളതാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഈ വിശ്വാസ സ്നാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ഒന്നാമത് ഈ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത് ഈ വിശ്വാസ സ്നാനം എന്തിനാണ്? മൂന്നാമത് ഈ വിശ്വാസ സ്നാനം എങ്ങനെയായിരിക്കണം? നാലാമത് ഈ വിശ്വാസ സ്നാനം ആർ നൽകണം? ഒടുവിലായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് ഈ വിശ്വാസ സ്നാനം ആരേൽക്കണം? ഇതെന്താണ്? ഇതെന്തിനാണ്? ഇതെങ്ങനാണ്? ഇതാര് നൽകുന്നു? ആർക്ക് നൽകുന്നു? നാം സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങളെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കുവാൻ ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ടാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ വചനം മാത്രമാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. ഇനി ഒന്നാമതായി നാം നോക്കുവാനായിട്ട് പോകുന്നത് ഇതെന്താണ്, അല്ലെങ്കിൽ സ്നാനം എന്താണ്? വാട്ട് ഈസ് ബാപ്റ്റിസം? ബാപ്റ്റിസം എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇതിന്റെ ഒറിജിനൽ ഭാഷയിൽ ബാപ്റ്റോ അല്ലെങ്കിൽ ബാപ്റ്റിസ്മോ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾക്ക് അർത്ഥം മുക്കുക എന്ന് മാത്രമാണ്. തളിക്കുക എന്നല്ല, പെരട്ടുക എന്നല്ല, പിന്നെ മുക്കുക എന്ന് മാത്രമാണ് ഈ വാക്കിന്റെ അർത്ഥം. ടു ഡിപ്പ് ഓർ ടു ഇമേഴ്സ്. ഈ സ്നാനത്തെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ട ഒന്ന്, ഇത് എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സ്നാനം എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ടല്ല. സ്നാനം രക്ഷിക്കപ്പെടുന്നതിനായിട്ടല്ല. പിന്നെ സ്നാനം രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാ. ഇത് രക്ഷയ്ക്കായിട്ടുള്ളതല്ല, രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ, ഒന്ന് രണ്ട് ഭാഗങ്ങൾ മനസ്സിൽ പെട്ടെന്ന് സംശയമായി ചിലർക്ക് തോന്നാം. നാം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ അന്ത്യനിയോഗത്തിൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ താൻ പറയുന്ന വാക്കുകൾ നാം കാണുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
അപ്പോൾ പെട്ടെന്ന് നാം ആ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ആര് രക്ഷിക്കപ്പെടുമെന്നുള്ളതിന്റെ ഉത്തരത്തിന് നാം അതിന്റെ ആദ്യ ഭാഗം മാത്രം കൂട്ടുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, പിന്നെ സ്നാനവും ആവശ്യമാണ് രക്ഷയ്ക്കെന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരാം. എന്നാൽ അതേ വാക്യം തന്നെ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശിക്ഷാവധിയിൽ നിന്നുള്ള രക്ഷയാണല്ലോ. ശിക്ഷാവധിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ ആരാണ് ശിക്ഷാവധിയിൽ നിന്നും രക്ഷപ്പെടുന്നത്? വിശ്വസിക്കുന്നവൻ. അപ്പോൾ അവിടെ സ്നാനം ഒരു കണ്ടീഷനായി നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. ന്യായമായും അപ്പോൾ ചോദ്യം വരാം, പിന്നെ എന്തിനാണ് ആദ്യം കർത്താവ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞത് എന്നുള്ള ചോദ്യം. അതിന് ഉത്തരം ഇതാണ്: വിശ്വസിക്കുന്നവൻ സ്നാനപ്പെട്ടിരിക്കും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ സ്നാനജലത്തിൽ കർത്താവിനെ അനുസരിക്കുവാൻ ആഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അത് അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോട് ചേർന്ന് പോകേണ്ടതാണ്. ഇറ്റ് ഇസ് ആൻ അക്കംപനിമെന്റ് ഓഫ് ഫെയ്ത്ത്. യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് തുടർന്നിരിക്കും, അല്ലെങ്കിൽ സ്നാനം അതേ തുടർന്നുണ്ടായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെടുന്നത് സ്നാനത്താൽ അല്ല, പിന്നെ വിശ്വാസത്താൽ മാത്രമാണ്. വിശ്വാസത്താൽ മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴും ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യം, ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെയും നാം പാപങ്ങളുടെ മോചനത്തിന് എന്തും ആവശ്യമാണെന്ന് നമുക്ക് തോന്നും. സ്നാനവും ആവശ്യമാണ്, പാപങ്ങൾ കഴുകിക്കളയുവാൻ സ്നാനം ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന പ്രയോഗങ്ങൾ നാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ആ രണ്ട് ഭാഗവും നാം നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി 2:38 യഹൂദന്മാരോട് പത്രോസ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 22:16 സഭയെ മുടിച്ചു പോന്ന ശൗലിനോടുള്ള അനന്യാസിന്റെ വാക്കുകളാണ്. അവരോട് പറയുമ്പോൾ സ്നാനം ഒരു കണ്ടീഷനായി പറയുന്നത് നാം കാണുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. യഹൂദന്മാർ പരസ്യമായി കർത്താവിനെ ത്യജിച്ചവരാ. അതുപോലെ തന്നെ ഈ ശൗലും പരസ്യമായി ക്രിസ്തുവിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവനാ. അപ്പോൾ അവരോട് സുവിശേഷം പറയുമ്പോൾ അവർ പരസ്യമായി തന്നെ കർത്താവിനെ സാക്ഷിക്കുവാൻ ആവശ്യമായിരുന്നു. അത് ഈ സ്നാനത്തിലൂടെയാണ്. അതിന്റെ അർത്ഥം സ്നാനത്താലാണ് ഈ പാപങ്ങൾ കഴുകപ്പെടുന്നതെന്നല്ല. പിന്നെ പാപങ്ങൾ കഴുകപ്പെടുന്ന, വിശ്വാസത്താൽ കഴുകപ്പെടുന്ന അവർ ഈ സ്നാനത്തിലൂടെ പൊതുവിൽ അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് സ്നാനത്തിന് ആ ഭാഗങ്ങളിൽ ഊന്നൽ നമുക്ക് നൽകി കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ജാതികളോട്, കൊർന്നല്യോസിന്റെ ഭവനക്കാരോടും ഒക്കെ സുവിശേഷം അറിയിക്കുമ്പോൾ, അതുപോലെ തന്നെ ഫിലിപ്പിയൻ കാരാഗ്രഹ പ്രമാണിയോടും സുവിശേഷം അറിയിക്കുമ്പോൾ സ്നാനത്തെ കുറിച്ച് അവിടെ നാം കാണുന്നില്ല. പിന്നെ വിശ്വാസമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് കാരണം. സ്നാനവും കൂടെയാണെന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് നാം പറയുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് നാം പറയുകയാണെങ്കിൽ നാം പറഞ്ഞു വെക്കുന്നത് എന്താ? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അവൻ ക്രൂശിൽ നിവർത്തിച്ച വേല പൂർത്തിയല്ല. അവനൽപ്പം ഇട്ടച്ചാ പോയിരിക്കുന്നത്. ആ ബാക്കി ഭാഗം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നാം പറഞ്ഞു വെക്കുന്നത്. അത് ദൈവവചനത്തിന് എത്രയോ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ക്രൂശിൽ നാം കേൾക്കുന്ന കാര്യം ഇനിയും കുറച്ച് നിങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യണമെന്നല്ല. പിന്നെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായെന്ന. ചെയ്യേണ്ടതൊക്കെ അവൻ നിവൃത്തിയാക്കിയെന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തി, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ പ്രവൃത്തി രക്ഷയ്ക്കാവശ്യമായിട്ടുള്ളതല്ല. ഒരു സ്നാനവും രക്ഷയ്ക്കാവശ്യമായിട്ടുള്ളതല്ല. അതേസമയം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടിരിക്കും എന്നുള്ള വസ്തുതയും നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ രക്ഷയ്ക്കാവശ്യമായിട്ടുള്ളതല്ല ഇത്. ഈ മുഴുവൻ സ്നാനം അല്ലെങ്കിൽ ഈ ജലത്തിൽ മുക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഈ ക്രിയ എന്തിനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് എന്താണ്?
മൂന്നാല് കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് സബ്മിഷൻ, അല്ലെങ്കിൽ ഒരു വിധേയത്വത്തിന്റെ ക്രിയയാണിത്. വിധേയത്വം. എന്തിനോടുള്ള വിധേയത്വം? രണ്ട് കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാം. ഒന്ന്, കർത്താവിന്റെ ആജ്ഞയോടുള്ള വിധേയത്വം. രണ്ട്, കർത്താവിന്റെ ആലോചനയോടുള്ള വിധേയത്വം. അവന്റെ ആജ്ഞയും അവന്റെ ആലോചനയും. മത്തായി സുവിശേഷം 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ 19-20 വാക്യങ്ങളിൽ ആജ്ഞ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകയാൽ നിങ്ങൾ, എന്താണ് നാം വായിക്കുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നോക്കുക, സ്നാനത്തിനുള്ള കർത്താവിന്റെ കൽപ്പന ഏറെ വ്യക്തമാണ്. അവന്റെ ആജ്ഞ വളരെ വ്യക്തമായി നൽകിയിരിക്കുകയാണ്. സ്നാനം കഴിപ്പിച്ചും, നിങ്ങൾ പുറപ്പെട്ടു പോയി ശിഷ്യരാക്കി സ്നാനം കഴിപ്പിക്കണം. മറ്റു സുവിശേഷങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മർക്കോസ് 16:15-16 തുടങ്ങിയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ആജ്ഞ ഇത് സംബന്ധിച്ചുള്ളത് വ്യക്തമാണ്. ഇത് കേവലം ഒരു ആജ്ഞ മാത്രമല്ല, ഇതൊരു ആലോചനയുമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ കമാൻഡ്, ഇറ്റ്സ് എ കൗൺസിൽ ഓഫ് ഗോഡ് ഓൾസോ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ദൈവത്തിന്റെ ആലോചന. ഇത് യോഹന്നാന്റെ സ്നാനം സംബന്ധിച്ചുള്ള ക്രിസ്തീയ സ്നാനത്തെ കുറിച്ചല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ സ്നാനത്തെ കുറിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതാ യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു അത്. അവർ മാനസാന്തരപ്പെട്ട് ആ മാനസാന്തരത്തെ ഈ ജലസ്നാനത്തിലൂടെ കാണിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. തിരുവചനം നാം വായിക്കുമ്പോ ക്രിസ്തീയ സ്നാനവും ദൈവത്തിന്റെ ആലോചനയാണ്. അങ്ങനെ ദൈവത്തിന്റെ ആജ്ഞ, ദൈവത്തിന്റെ ആലോചന, ഇവയോടുള്ള വിധേയത്വമാണ് സ്നാനമെന്ന ക്രിയ. An act of submission, വിധേയത്വം. രണ്ടാമത്, ഈ സ്നാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഉത്തരം, ഇതൊരു ഏറ്റുപറച്ചിലിന്റെ ക്രിയ. It's an act of confession. It is an act of confession. ഒരു ഏറ്റുപറച്ചിലിന്റെ ക്രിയ. എന്ത് ഏറ്റുപറച്ചിൽ? കർത്താവായ യേശുക്രിസ്തുവിന്റെ നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള കർത്തൃത്വത്തിന്റെ ഏറ്റുപറച്ചിൽ. നാം രക്ഷിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുക, നമ്മുടെ സ്വന്തം കർത്താവായി. അവന്റെ കർത്തൃത്വം നാം ജീവിതത്തിൽ അംഗീകരിക്കുക. എന്നാൽ ഈ സ്നാനത്തിൽ നാം ചെയ്യുന്നത് ആ കർത്തൃത്വം നാം പ്രഖ്യാപിക്കുക ലോകത്തോട്. യേശുവാണ് എന്റെ കർത്താവ്. ഇത് നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഈ സ്നാനത്തിലൂടെ പ്രഖ്യാപിച്ച ഒരു വ്യക്തി ആ കർത്തൃത്വം ജീവിതത്തിൽ അംഗീകരിച്ച് ജീവിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സ്നാനം സംബന്ധിച്ചുള്ള ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം അവിടെ നാം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അപ്പോസ്തലനായ പൗലോസിന്റെ ചോദ്യമാണ്. വാസ്തവത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ സ്നാനത്തെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയല്ല, പിന്നെ ഉയർപ്പിനെ കുറിച്ച് താൻ പറയുന്ന വേദഭാഗങ്ങളാണ് അവിടെ. അവിടെ 29-ാം വാക്യത്തിൽ താൻ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം.
മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുള്ള പ്രയോഗമാണ്. എന്നാൽ മനസ്സിലാക്കിയാൽ വലിയ പ്രയാസമൊന്നുമില്ലതാനും. അവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം അന്ന് രക്ഷിക്കപ്പെട്ട് പ്രഖ്യാപിച്ച അവരുടെ വിശ്വാസം സ്നാനത്തിലൂടെ പൊതുവിൽ പ്രഖ്യാപിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏത് സമയത്തും അവൻ കൊല്ലപ്പെടാമെന്നുള്ള അവസ്ഥയായിരുന്നു. ഭരണാധികാരികൾ ക്രിസ്തു വിശ്വാസത്തിനെതിരെ, ഈ മാർഗത്തിനെതിരെ വളരെ ഘടകവിരുദ്ധമായി തിരിഞ്ഞ് അവരെ മുടിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നുവല്ലോ അത്. ശൗലും അത് ചെയ്തിരുന്നവനായിരുന്നു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ എന്ന് വേണമെങ്കിലും രക്തസാക്ഷിയായി തീരാം. അങ്ങനെ അനവധി പേർ രക്തസാക്ഷികളായി ആ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ അങ്ങനെ മാറ്റപ്പെട്ട ആ സ്ഥാനത്തേക്ക് തന്നെത്താൻ സമർപ്പിക്കുക, അല്ലെങ്കിൽ തനിക്ക് മുൻപേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രക്തസാക്ഷിയായി സ്ഥാനമൊഴിഞ്ഞ ആ സ്ഥാനത്തേക്ക് താനിതാ തന്നെത്താൻ സമർപ്പിക്കുക. അതാണ് മരിച്ചവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മരിച്ചുപോയ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയ അവരുടെ സ്ഥാനത്തേക്ക്, അവർ ഒഴിച്ചുവെച്ച സ്ഥാനത്തേക്ക് തങ്ങളെ തന്നെ നിർത്തുക. എനിക്ക് എന്തും വരട്ടെ, യേശുവിന്റെ നാമത്തിനായി ഇതാ ഞാനിവിടെ നിൽക്കുന്നു. എനിക്ക് മുൻപേ പോയവർ പോയതുപോലെ എന്റെ ജീവനെ പോലും പണയം വെക്കുവാൻ, ഞാൻ ഒരു രക്തസാക്ഷിയായി തീരുവാൻ ഇതാ ഞാൻ തയ്യാർ. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കർത്തൃത്വം എന്ന് പറയുന്നത്, കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത്. കർത്താവിന്റെ ആ നാമത്തിനായിട്ട് ജീവൻ തൃണവൽക്കരിക്കുവാൻ ആഗ്രഹത്തോടു കൂടി ഇതാ നിൽക്കുന്ന ഒരു അവസ്ഥ സ്നാനത്തിൽ വാസ്തവത്തിൽ നാം ചെയ്യുന്നത് അത് തന്നെയാണ്. യേശുവിനെ കർത്താവായി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അവന് സമർപ്പിക്കുന്ന ചിത്രമാണത്. ഒരു ഏറ്റുപറച്ചിലിന്റെ ക്രിയ, an act of confession. അത് തന്നെയുമല്ല, ആ സ്നാനജലത്തിൽ വാസ്തവത്തിൽ ആ സ്നാന സമയത്ത് വാസ്തവത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അധികാരത്തെ കാണിക്കുന്നത്. അപ്പോൾ ആ അധികാരത്തിന്റെ പൊതുവായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള അംഗീകരണമാണ് സ്നാനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിന്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുക ക്രിയയിലൂടെ, വിധേയത്വത്തിന്റെ, ഏറ്റുപറച്ചിലിന്റെ, തന്നെയുമല്ല ഒരു ഏകീഭാവത്തിന്റെ ക്രിയയുമാണ് സ്നാനം. ഏകീഭാവം. എന്തിനോടുള്ള ഏകീഭാവം? റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ആ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, അവിടെയാണ് നമുക്ക് ആ ഏകീഭാവം കാണുവാൻ സാധിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ, an act of identification. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ ചേർച്ചയാ, എന്തിന്റെ ഐഡന്റിഫിക്കേഷനാ? ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ക്രിസ്തു മരിച്ചു, അവൻ കുഴിച്ചിടപ്പെട്ടു, അല്ലെങ്കിൽ അവൻ അടക്കപ്പെട്ടു, അത് തന്നെയുമല്ല അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതേസമയം പൗലോസ് പറയുന്നത്, നാം ക്രിസ്തുവിനോട് ചേരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു. അവന്റെ ഈ ക്രിയകളിൽ നാമും ഏകീഭവിക്കുന്നു. അവൻ മരിച്ചുവെങ്കിൽ നാമും മരിച്ചു, അവൻ അടക്കപ്പെട്ടുവെങ്കിൽ അവനോടുകൂടെ നാമും അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവനോടുകൂടെ നാമും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു വിശ്വാസിയിൽ നടക്കുന്നത് ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ്. ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തി ഇത് ആത്മീയമായി ഈ അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ്.
എന്നാൽ സ്നാനപ്പെടുമ്പോൾ അവൻ ചെയ്യുന്നത് ലോകത്തോട് അറിയിക്കുക, സാക്ഷിക്കുകയാണ് ഇതെന്നിൽ നടന്നു എന്നുള്ളത്. പ്രത്യക്ഷമായി അവൻ കാണിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, എങ്കിലിതാ ഞാൻ അവനോടുകൂടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ലോകത്തോട് അവൻ ആ ഐഡന്റിഫിക്കേഷൻ, ഏകീഭാവം പ്രഖ്യാപിക്കുക. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഒരു ഏകീഭാവത്തിന്റെ ക്രിയയാണ്. മറ്റൊന്നുകൂടി ഈ സ്നാനത്തെ കുറിച്ച് നാം പറയാം. നാം സ്നാനം എന്ത് എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് സ്നാനത്തെ കുറിച്ച് പറയാം. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് പ്രൊക്ലമേഷൻ, ഒരു വിളംബരത്തിന്റെ, ഒരു പ്രഖ്യാപനത്തിന്റെ ക്രിയയുടെയാണ്. എന്തിന്റെ പ്രഖ്യാപനം? എന്ത് വിളംബരം ചെയ്യുന്നു? സുവിശേഷത്തിന്റെ വിളംബരം. സ്നാനപ്പെടുന്ന ഒരു വ്യക്തി യേശുക്രിസ്തു മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ലോകത്തോട് അറിയിക്കുക. അങ്ങനെ ഒരു സുവിശേഷത്തിന്റെ വിളംബരവുമാണ് വാസ്തവത്തിൽ ഈ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബാപ്റ്റിസം, അല്ലെങ്കിൽ ആ സ്നാനം, ആ വിശ്വാസ സ്നാനം എന്ത് എന്നുള്ളതിന് അർത്ഥമായി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ആദ്യം നാം കണ്ടു ബാപ്റ്റിസം എന്നുള്ളത് ആ വാക്കിന്റെ അർത്ഥം മുക്കുക എന്നാണ്. ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് അതൊരു വിധേയത്വത്തിന്റെ ക്രിയ, ഒരു ഏറ്റുപറച്ചിലിന്റെ ക്രിയ, ഒരു ഏകീഭാവത്തിന്റെ ക്രിയ, ഒരു വിളംബരത്തിന്റെ ക്രിയ. ഒരു സ്നാനത്തിന്റെ ക്രിയയെ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. സ്നാനജലത്തിൽ ഇതാ സ്നാപകൻ നിൽക്കുന്നു, വിശ്വസിച്ച വ്യക്തി ഇതാ സ്നാനത്തിനായിട്ട് ആ ജലത്തിലേക്ക് ഇറങ്ങുന്നു. ആ സ്നാപകൻ ആ വ്യക്തിയെ ആ ജലത്തിൽ മുക്കുന്നു. ആ ജലത്തിൽ മുക്കിയതിനു ശേഷം അവൻ പുറത്തേക്ക് വരുന്നു, അവൻ നടന്ന് വെളിയിലേക്ക് വരുന്നു. ഈ ചിത്രം നമ്മെ അറിയിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ ക്രിയ നടക്കുമ്പോൾ ആ വ്യക്തി കർത്താവിനോടുള്ള വിധേയത്വത്തെ താൻ കർത്താവാണ്, തന്റെ കർത്താവ് എന്നുള്ള ഏറ്റുപറച്ചിലിനെ, തന്നെയുമല്ല കർത്താവിനോടുള്ള ഏകീഭാവത്തെ, വിളംബരത്തെ, സുവിശേഷത്തിന്റെ വിളംബരത്തെ ഒക്കെയാണ് ഈ ക്രിയയെ ഓർപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് സ്നാനം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നാം സ്നാനപ്പെടുത്തുന്നു? അപ്പൊ നാം കണ്ടത് എന്താണ് സ്നാനം, ഇതിന് അർത്ഥം എന്താണ്. ഇനി എന്തുകൊണ്ട് നാം സ്നാനപ്പെടുത്തുന്നു? സ്നാപക യോഹന്നാനോടും ആ യഹൂദന്മാർ അത് ചോദിക്കുകയുണ്ടായി, നീ എന്തിനു സ്നാനപ്പെടുത്തുന്നു? ഈ ചോദ്യം ഇന്ന് ഉയരാം. എന്തുകൊണ്ട് നാം സ്നാനപ്പെടുത്തുന്നു? അതിന് 3 ഉത്തരങ്ങൾ വളരെ ചുരുക്കമായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഇതാ. ഒന്നാമതായി, ഇതിന് കർത്താവിന്റെ കൽപ്പനയുണ്ട്. രണ്ടാമതായി, ഇതിന് അപ്പോസ്തലന്മാരുടെ മാതൃകയുണ്ട്. മൂന്നാമതായി, ഇതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശവുമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് നാം എടുക്കുന്ന ഏത് ഉപദേശത്തിനും ഈ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. കർത്താവ് കൽപ്പിച്ചിരിക്കണം, അപ്പോസ്തലന്മാർ ചെയ്തിരിക്കണം, അത് തന്നെയുമല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരിക്കുകയും വേണം. ഇതാണ് സഭയുടെ ഉപദേശങ്ങളായി നാം സ്വീകരിക്കുന്നത്. ഈ സ്നാനത്തെക്കുറിച്ച് നാം നോക്കുമ്പോഴും അത് നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഇത് കൽപ്പിച്ചിട്ടുണ്ട്. നാം ഇതിനിടയ്ക്ക് അത് വായിക്കുകയുണ്ടായി. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി ആ സുവിശേഷം അറിയിക്കണം, തന്നെ വല്ല വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് കർത്താവിന്റെ വ്യക്തമായ കൽപ്പനയാണ്. അത് തന്നെയുമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ആ സ്നാനപ്പെടുത്തുന്നതിന്റെ മാതൃക, ആ അപ്പോസ്തലന്മാർ ചെയ്തതിന്റെ മാതൃക വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41, 42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ വാക്യം നമുക്ക് വായിക്കാം, പരിചയമുള്ള വാക്യങ്ങളെങ്കിലും വായിക്കുന്നത് പ്രയോജനമായിരിക്കുമല്ലോ. അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോൾ അപ്പോസ്തലന്മാർ ഇത് ചെയ്തു. ഇനി അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു മാതൃക നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഷണ്ഡന്റെ സ്നാനമാണ്.
ഫിലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറെയും ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. എല്ലാത്തിലേക്കും പോകാനായിട്ട് ആവശ്യമില്ലല്ലോ. അപ്പോസ്തലന്മാരുടെ മാതൃക വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് കൽപ്പിച്ചു, അപ്പോസ്തലന്മാർ മാതൃക നൽകി. മൂന്നാമത്, അപ്പോസ്തലന്മാർ എന്ന സഭയെ ഉപദേശിക്കുകയും ചെയ്തു. നാം ഇപ്പോൾ റോമാലേഖനം 6-ാം അധ്യായം വായിക്കുകയുണ്ടായി. റോമാലേഖനം 6-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ അത് വ്യക്തമായി നാം കാണുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും സ്നാനത്തിന്റെ ഉപദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറെയും ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സഭയെ അപ്പോസ്തലന്മാർ ഉപദേശിച്ചതുമാണിത്. അപ്പോൾ എന്തുകൊണ്ട് നാം സ്നാനപ്പെടുത്തുന്നു എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരം ഇതാണ്. കർത്താവ് ഇത് കൽപ്പിച്ചു. അപ്പോസ്തലന്മാരുടെ മാതൃകയുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശവുമുണ്ട്. ഇനി മൂന്നാമത് നാം കാണേണ്ടത് എങ്ങനെയായിരിക്കണം സ്നാനം. ഹൗ ടു ബാപ്റ്റൈസ്. തിരുവചനത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ ഒന്നും അവ്യക്തത നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, വിനയത്തോടുകൂടി വചനത്തിലേക്ക് അടുത്തു വരുന്ന ഏവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം കർത്താവ് എഴുതി കൊടുത്തിട്ടുള്ളതാണ് ദൈവവചനം. ഏതൊരു സാധാരണക്കാരനും വായിച്ചത് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കണം സ്നാനം? ഇന്ന് ക്രിസ്തീയ ഗോളം നാം നോക്കിയാൽ പല വിധങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും. ചിലർ തളിക്കുന്നു, ചിലർ പുരട്ടുന്നു, ചിലർ മുക്കുന്നു. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതല്ല നാം ചിന്തിക്കുന്നത്. വചനത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. വചനത്തിൽ നിന്നും അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചില പ്രയോഗങ്ങൾ നോക്കുക. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. മത്തായി 3:16 വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഭാഗത്ത് കർത്താവിന്റെ സ്നാനത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അവൻ വെള്ളത്തിൽ നിന്ന് കയറി. ആ പ്രയോഗം നാം ശ്രദ്ധിക്കണം. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയെങ്കിൽ അവൻ വെള്ളത്തിൽ മുക്കപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളത് വ്യക്തമാണ്. പുരട്ടലായിരുന്നില്ല അവിടെ, തളിപ്പായിരുന്നില്ല അവിടെ. അതെ, ക്രിസ്തുവിന്റെ സ്നാനവും ക്രിസ്തീയ സ്നാനമല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള സ്നാനമാണ്. എന്നാൽ അതൊരു മാതൃകയാണ്. അവൻ വെള്ളത്തിൽ നിന്ന് കയറി. മറ്റൊരു പ്രയോഗം നോക്കുക. യോഹന്നാൻ 3:23 വാക്യം. യോഹന്നാൻ 3:23 വാക്യം. അവിടെ കർത്താവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 22-23 വാക്യങ്ങൾ നാം കാണുന്നത്, അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദി ദേശത്ത് വന്നു, അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നെ നാം കാണുന്നത്, അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആ വളരെ വെള്ളം പ്രയോഗവും നമ്മെ ഓർപ്പിക്കുന്നത് ഇമ്മേർഷൻ, ആ ഡിപ്പ് അല്ലെങ്കിൽ മുക്കി എന്നുള്ള പ്രയോഗം തന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതിനാണല്ലോ വളരെ വെള്ളം ആവശ്യമായിരിക്കുന്നത്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം നോക്കുക. അവിടെയും നാം ഒരു പ്രയോഗം വായിക്കുന്നത് പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് തന്നെയാണ് നാം കാണുന്നത്. നാം ഇടയ്ക്ക് ഓർപ്പിക്കുകയുണ്ടായി ഷണ്ണന്റെ സ്നാനം. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിക്കുന്ന രംഗം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 38-39 വാക്യങ്ങൾ നോക്കുക. അവിടെ നാം വായിക്കുമ്പോൾ കാണുന്നത്, അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഇതിന്റെ മുൻപുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷണ്ണൻ താൻ എത്യോപ്യയിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. താനിതാ യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ പോയതിനു ശേഷം അവിടെ നിന്ന് താൻ തിരിച്ചു പോവുക. യെരുശലേമിൽ ഉത്സവത്തിന് പോയതായിരിക്കാം. അവിടെ നിന്നും തനിക്ക് യെശയ്യാ പ്രവാചകന്റെ ആ പുസ്തകം ലഭിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ തേരിൽ തിരിച്ചു പോകുമ്പോൾ ആ പുസ്തകം താൻ വായിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഫിലിപ്പോസിനെ, ആ സുവിശേഷകനായിട്ടുള്ള ഫിലിപ്പോസിനെ ആ തേരിനോട് ചേർന്ന് നടക്കുവാനായിട്ട് അയക്കുന്നതായി നാം കാണുന്നു.
ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്നു, നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തരാതെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് താൻ പറയുന്നു. അങ്ങനെ ഫിലിപ്പോസിനെ ആ ഷണ്ണൻ ആ തേരിലേക്ക് ആഹ്വാനം ചെയ്യുകയും താൻ തന്നോടുകൂടെ ഇരുന്ന് ആ ഭാഗങ്ങളൊക്കെ വിശദമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സുവിശേഷം തന്നോട് പങ്കിട്ടു. സുവിശേഷം പങ്കിട്ടപ്പോൾ അതിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സ്നാനത്തെക്കുറിച്ചും താൻ അവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെ വെള്ളം ആ റോഡ് സൈഡിൽ വഴിയരികെ ഉള്ളത് തനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാ അവിടെ നാം കാണുന്നത്, അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, നോക്കുക പ്രയോഗങ്ങൾ, അവർ വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, തളിപ്പായിരുന്നില്ല ഇവിടെ, പുരട്ടലായിരുന്നില്ല ഇവിടെ, പിന്നെ മുഴുകൽ തന്നെയായിരുന്നു, മുഴുകൽ സ്നാനം. ഇതല്ലാതെ തിരുവചനത്തിൽ വേറൊരു മാതൃക നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. എങ്ങനെ സ്നാനപ്പെടുത്തും? അതെ, മുക്കുക എന്നുള്ള ഒരു ക്രമമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. നാം ചിന്തിച്ചത് ഇതിന്റെ അർത്ഥം എന്താണ്, രണ്ടാമത് ഇത് എന്തിന്, മൂന്നാമത് ഇത് എങ്ങനെ, ഇനി നാലാമതായി നമ്മുടെ മനസ്സിൽ വരാവുന്ന ചോദ്യം ഇതാണ്, ആര് സ്നാനപ്പെടുത്തണം? ഇതിനുത്തരം തിരുവചനത്തിലുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ആരോട് പറഞ്ഞു? തന്റെ ശിഷ്യന്മാരോട്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി. അപ്പോൾ ശിഷ്യന്മാർക്ക് സ്നാനപ്പെടുത്താമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം നാം ഇപ്പോൾ വായിക്കുകയുണ്ടായി. അവിടെ ആരാണ് സ്നാനപ്പെടുത്തിയത്? അപ്പോസ്തലന്മാരായിരുന്നില്ല, പിന്നെ ഒരു സുവിശേഷകൻ, ആ സുവിശേഷകനായിട്ടുള്ള ഫിലിപ്പോസ്. അപ്പോൾ ആ അപ്പോസ്തലന്മാർക്ക് സ്നാനപ്പെടുത്താമായിരുന്നു, സുവിശേഷകന് സ്നാനപ്പെടുത്താമായിരുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 10, 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു സ്നാനം നാം കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ സ്നാനം, അല്ലെങ്കിൽ ശൗലിന്റെ സ്നാനം. അവിടെ ആരാണ് തന്നെ സ്നാനപ്പെടുത്തിയത്? അനനയാസ്. അനനയാസ് ആരായിരുന്നു? താൻ ഒരു സുവിശേഷകനൊന്നും ആയിരുന്നില്ല, താൻ അപ്പോസ്തലന്മാരിലൊന്നും ആയിരുന്നില്ല, പിന്നെ ദമസ്കോസിലെ ഒരു സാധാരണ വിശ്വാസി മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇന്നവർ മാത്രമേ സ്നാനപ്പെടുത്താവൂ, അല്ലെങ്കിൽ ആ സഭയിൽ ഇന്ന സ്ഥാനത്തിരിക്കുന്നവർ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്നൊരു നിബന്ധന നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധ്യമല്ല. നമുക്കിങ്ങനെ ഇതിന്റെ ഉത്തരം പറയാം. ആര് സ്നാനപ്പെടുത്താം എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം, സ്നാനപ്പെട്ട രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആർക്ക് വേണമെങ്കിലും സ്നാനപ്പെടുത്താം. എന്നാൽ അത് നാം പറയുമ്പോൾ അതോട് ചേർത്ത് നാം പറയേണ്ട മറ്റൊരു പ്രയോഗവുമുണ്ട്. സകലവും സ്വന്തമായിട്ടും ഉചിതമായിട്ടും നടക്കേണ്ടത് ആവശ്യമാ. എല്ലാം ക്രമമായി നടക്കേണ്ടത് ആവശ്യമാ. അപ്പോൾ ഉചിതമായിട്ടുള്ള നിലയിൽ, ക്രമമായിട്ടുള്ള നിലയിൽ, സ്വന്തമായിട്ടുള്ള നിലയിൽ നടക്കുമെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആർക്ക് വേണമെങ്കിലും നടത്താം. അതിന് ശ്രേഷ്ഠരായ ചില വ്യക്തികൾക്ക് സാധിക്കുമെന്നുള്ളത് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ഒരു നിബന്ധന വചനത്തിൽ കാണാനായിട്ട് സാധ്യമല്ല. ഇത് നാം മനസ്സിൽ ഓർക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. ഇനി ഒടുവിലായിട്ട് നാം കാണേണ്ടത് ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിനുള്ള കണ്ടീഷൻ എന്താ? നമുക്കൊരു ഉത്തരം ഇങ്ങനെ പറയാം, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സ്നാനപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-ാം വാക്യം, 2 പത്രോസ് 3:9 ഇവിടെയൊക്കെ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹം നാം കാണുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ വലിയ ആഗ്രഹം? ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലാവരും വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, എല്ലാവരും
വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം എന്നുള്ളതുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലാവരും സ്നാനപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിലും അതിന് കണ്ടീഷനുണ്ട്, നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? 2 വാക്യങ്ങളെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നോക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം നോക്കുക. അവിടെ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. വാക്ക് കൈക്കൊണ്ടവർ, അല്ലെങ്കിൽ ദൈവവചനം സ്വീകരിച്ചവർ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അവരുടെ വിശ്വാസം അർപ്പിച്ചവർ. നാം ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വായിക്കുകയുണ്ടായി. ഷണ്ണന്റെ സ്നാനം. അവിടെയും നാം നോക്കുമ്പോൾ ഇതേ സത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ജലം കണ്ടപ്പോൾ ആ ഷണ്ണൻ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 36-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നിരിക്കുകയാണ്, അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. ഇനി ഉത്തരം നോക്കുക. ഫിലിപ്പോസ് എന്താ ഉത്തരമായി പറയുന്നത്? അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നു മാത്രമാണ് നിബന്ധന. ഞാൻ വിശ്വസിക്കുന്നു. വചനം കൈക്കൊള്ളുക. വചനം കണ്ടവർ സ്നാനമേറ്റു. വചനം കൈക്കൊണ്ടവർ സ്നാനമേൽക്കണം. വിശ്വസിച്ച ഷണ്ണൻ സ്നാനമേറ്റു. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്നാനമേൽക്കണം. വിശ്വസിച്ചവരാണ് സ്നാനമേൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ന് നാം ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന അനേക തെറ്റായിട്ടുള്ള കാര്യങ്ങളെയും ഇത് ഖണ്ഡിക്കുന്നതാണെന്നുള്ളത് നാം ഓർക്കണം. ജനിച്ച് ചില ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞ് വിശ്വസിക്കുന്നില്ല. അവന് വിശ്വാസം എന്താണെന്ന് അറിയുവാൻ വയ്യ. വചനം അവന് കൈക്കൊള്ളുവാൻ സാധ്യമല്ല. അവന് അതിനുള്ള കഴിവില്ല. വിശ്വസിച്ചവർക്ക് മാത്രമാണ് സ്നാനമേൽക്കുവാൻ സാധിക്കുന്നത്. അവർക്ക് മാത്രമേ ഈ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനുള്ള കൽപ്പനയുള്ളൂ, ആലോചനയുള്ളൂ. അതിന് വിരുദ്ധമായിട്ടുള്ള മറ്റേതൊരു അനുഷ്ഠാനവും ആചാരവും വചനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണെന്നുള്ളത് നാം ഓർക്കണം. ആ ഒരു പൈതലിന് വേണ്ടി വേറൊരാൾ വിശ്വസിക്കുന്ന ആ ആലോചനയും കേവലം മാനുഷികം മാത്രമാണ്. സഭയുടെ ചരിത്രത്തിൽ മറ്റുള്ള ആ കാര്യങ്ങളിൽ നിന്നും, ചുറ്റുമുള്ള അനുഷ്ഠാനങ്ങളിൽ നിന്നും, അതുപോലെ ജാതീയമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും ഒക്കെ സഭയിൽ കടന്നു വന്നിട്ടുള്ള ദുരാചാരങ്ങൾ മാത്രമാണവ. വചനത്തിൽ നാം കാണുന്നത് വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണമെന്നുള്ള ആ കൽപ്പന മാത്രമാണ്. എന്നാൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നാം ഓർക്കണം, വിശ്വസിച്ചവർ സ്നാനമേൽക്കണം. വേണമെങ്കിൽ ഏൽക്കണമെന്നല്ല, അവർ ഏറ്റിരിക്കണം. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്, അതവന്റെ ആലോചനയാണ്. അവന്റെ കൽപ്പനയെങ്കിൽ അതനുസരിക്കുവാൻ ആവശ്യമുണ്ട്. നിശ്ചയമായിട്ടും അത് ആലോചനയെങ്കിൽ സ്നേഹത്തോടു കൂടി അവന്റെ ആലോചനയ്ക്ക് പ്രതിവചിക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. നാം ഈ വാക്കുകൾ ചിന്തിക്കുമ്പോൾ നാം ഈ സത്യങ്ങൾ വീണ്ടും നാം മനസ്സിലാക്കുവാൻ, ഇതിന്റെ ഗൗരവം നാം എടുക്കുവാൻ, ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ എടുക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. നാം ഈ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്നാനം എന്നുള്ള അനുഷ്ഠാനത്തെ കുറിച്ചാണ്. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ, 2 അനുഷ്ഠാനങ്ങളിൽ ആദ്യത്തേതില്ല സ്നാനം. അതെന്താണെന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ വിധേയത്വം, കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള കർത്തൃത്വം, അവരോടുള്ള നമ്മുടെ ഏകീഭാവം, സുവിശേഷത്തിന്റെ വിളംബരം, ഇതൊക്കെയാണ് സ്നാനം. ലളിതമായിട്ടുള്ള ഒരു ക്രിയ, എന്നാൽ വളരെ അർത്ഥമുള്ള ഒരു ക്രിയ. എന്തിന് സ്നാനം? കർത്താവ് അത് കൽപ്പിച്ചതാ. സുവിശേഷങ്ങളിൽ നാം അത് കാണുന്നു. അപ്പോസ്തലന്മാരുടെ മാതൃക അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ലേഖനങ്ങളിൽ നാം കാണുന്നു. അല്ലെങ്കിൽ പുതിയ നിയമം മുഴുവനും ഇതിനെ ഉയർത്തി കാണിക്കുന്നതാ.
അതുകൊണ്ട് നാം സ്നാനപ്പെടുന്നു, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുന്നു. എങ്ങനെ? തളിച്ചല്ല, പുരട്ടിയല്ല, മുഴുകൽ സ്നാനം, മുക്കുക എന്നാണ് ബാപ്റ്റിസത്തിന്റെ അർത്ഥം. മറ്റൊരർത്ഥവുമില്ല. പിന്നെ നാം കണ്ടത് ആർ സ്നാനപ്പെടുത്തണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആർക്ക് വേണമെങ്കിലും ആവാം. എന്നാൽ ക്രമമായി സ്വന്തമായി കാര്യങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. അത് തന്നെയുമല്ല, ആരെ സ്നാനപ്പെടുത്തണം? വചനം കൈക്കൊണ്ടവരെ, വചനം കൈക്കൊണ്ടവരെ, അല്ലെങ്കിൽ വിശ്വസിച്ചവരെ. മറ്റൊരു ക്രമവും തിരുവചനത്തിൽ ദൈവസഭയ്ക്ക് ദൈവം ഇല്ല എന്നുള്ളത് ഓർക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. എങ്കിൽ ദൈവവചനത്തിൽ ദൈവം സഭയ്ക്ക് എന്ത് നൽകിയിരിക്കുന്നുവോ അതനുഷ്ഠിക്കുവാനുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക്, അതുപോലെ ദൈവത്തിന്റെ ആ കൽപ്പനയ്ക്ക് വിധേയപ്പെടുത്തുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയും ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അതെ, നീ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണമെന്ന് ദൈവം പ്രഥമമായിട്ട് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വലിയ ആഗ്രഹം. നാം രക്ഷിക്കപ്പെടണം, പുത്രനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം, അവന്റെ കർത്തൃത്വം നാം അംഗീകരിക്കണം, അങ്ങനെ ദൈവ മക്കളായി തീരണം. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും അത് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് നോക്കുക. കർത്താവിനെ സ്വീകരിക്കുക. എന്നാൽ കർത്താവിനെ സ്വീകരിച്ചവർ ആരെങ്കിലും, എന്നെ കേൾക്കുന്നവർ സ്നാനപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഇത് ദൈവത്തിന്റെ കൽപ്പനയും ആലോചനയുമാണ്. ഇത് വേണ്ടെന്ന് വെക്കുവാൻ സാധിക്കുന്നതല്ല. വേണമെങ്കിലാകാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കാൻ സാധ്യമല്ല. ഇവരും ഒന്നും സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുവാൻ ആവശ്യമില്ല. ചിലർ പറയാറുണ്ട്, കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. ഞാൻ ഓർക്കേണ്ടത്, ശരിയാ, കള്ളൻ സ്നാനപ്പെട്ടില്ല, അവൻ പർദീസയിൽ പോകും. ഞാൻ ഓർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെടുവാനല്ല സ്നാനം, രക്ഷിക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടാവും, സംശയമില്ല. എന്നാൽ നമുക്ക് മാതൃക കള്ളനായിരിക്കരുത്. നമുക്ക് മാതൃക ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആജ്ഞകൾ, ആലോചനകളായിരിക്കണം. സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും ആ പടി ജീവിതത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ വചനത്തോടുള്ള വിശ്വസ്തയോടുകൂടി മുൻപോട്ട് വരിക. അതനുസരിക്കുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അനുസരിക്കുവാനുള്ള ആ ആത്മീക ചുണ കാണിക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. ആ സ്പിരിച്വൽ ഗട്ട്സ് ഉണ്ടായിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതെ, അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവനെ ഉയർത്തുവാൻ ഇടവരട്ടെ. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ അവസ്ഥയൊന്ന് നോക്കുക. രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടുക. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ കൽപ്പന ഇതാണ്. അങ്ങനെ അവനെ അനുസരിച്ച് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വരുന്ന ആളുകൾ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ ആലോചനകൾ മുഖാന്തരവും നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.